നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക്കുമായുള്ള ദുരൂഹ ഇടപാടുകളിൽ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് CMRL കമ്പനിയിലെ പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കി മടങ്ങി. സാമ്പത്തിക ഇടപാടുകളിലെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. CMRLന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കും. CMRLലെ 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ഉദ്യോഗസ്ഥനും SFIO ഡെപ്യൂട്ടി ഡയറക്ടറുമായ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയത്. കമ്പനിയിലെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിനോടൊപ്പം ഉദ്യോഗസ്ഥരിൽ നിന്നും ഉടമകളിൽ നിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചു. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചനകൾ. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നതും അന്വേഷണത്തിൽ വ്യക്തമായി. കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും അവരുടെ ഓഫീസിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും. CMRLന്റെ ഓഹരി പങ്കാളിത്തമുള്ള KSIDC അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനായുള്ള പരിശോധനകൾ തിരുവനന്തപുരത്തെ KSIDC ഹെഡ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ നടത്തും. ഇതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിയായ വിവിധ വ്യക്തികളെ വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിക്കാനും SFIO തീരുമാനമെടുത്തതായാണ് വിവരം. ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ തുടർ നടപടി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് SFIO സംഘം പരിശോധിച്ചത്. പരാതിയിൽ അന്വേഷണം നടത്താൻ 8 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമായാണെന്ന് ROC കണ്ടെത്തിയിരുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാർക്സിസ്റ്റ് കേസ്, പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ്, വാസനായി കെയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലെ അരുൺ പ്രസാദ്. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും ഉൾപ്പെടും. എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണവും SFIOയുടെ പരിധിയിൽ വരും. കമ്പനീസ് ആക്ട് 212A and C ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം. ഇതാണ് SFIOയ്ക്ക് കൈമാറിയത്. പൊതു താൽപര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം. ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ROCയും എറണാകുളം ROCയും എക്സാലോജിക് CMRL ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും 95 കോടി രൂപ മതിയായ രേഖകളില്ലാതെ നൽകിയെന്ന പരാതിയും അന്വേഷണ പരിധിയിലുണ്ട്. ആരോപണം നേരിടുന്ന നേതാക്കളിൽ പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.